ദേശീയ തലത്തിൽ വാർത്തയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് 135 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. കോൺഗ്രസ് നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, അഗസ്റ്റിൻ ജോർജ്, മഹസീഖ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. 2018-19 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ താമസിച്ചതിന്റെ അടക്കം പേരിലാണ് 103 കോടി രൂപ പിഴയും പലിശയും അടക്കം 135 കോടി പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ആദായ നികുതി വകുപ്പിന്റെ നടപടി അത് ചില്ലറ പ്രതിസന്ധിയൊന്നുമല്ല കോൺഗ്രസിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ നിയമപരമായി നേരിടാൻ കോൺഗ്രസ് നീങ്ങുമ്പോൾ കോടതിയിൽ ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഏത് തരത്തിൽ വാദം ഉന്നയിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം കോൺഗ്രസിന്റെ പ്രതിരോധങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പിന്റെ നടപടി കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് പണമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രചാരണത്തിന് പണമില്ല എന്ന് നേതാക്കൾക്ക് തന്നെ വാർത്താ സമ്മേളനം നടത്തി തുറന്നു പറയേണ്ടി വന്നു. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നത്. രാഷ്ട്രീയപരമായി ഇതിനോടകം തന്നെ കോൺഗ്രസ് ആദായ നികുതി വകുപ്പിലേക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി അത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഹർജി ഫയൽ ചെയ്തത്. ആ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന 135 കോടി രൂപ കഴിഞ്ഞ ദിവസം ഈ അടുത്തിടെ പിടിച്ചെടുത്തിരുന്നു. അതായത് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ താമസത്തിന്റെ പേരിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തിൽ പിഴയും പലിശയും അടക്കം 135 കോടി രൂപ പിടിച്ചെടുത്തു. അതായത് 105 കോടി രൂപ പിഴയും പലിശയും അടക്കം 135 കോടി രൂപ പിഴ ഈടാക്കി എന്നാണ് കോൺഗ്രസ് ഒരു വാദമായി ഉന്നയിക്കുന്നത്. ഇതിനൊപ്പം 2016 കോൺഗ്രസ് നൽകിയൊരു ഹർജി സുപ്രീം കോടതിയിലുണ്ട്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹർജി ഉള്ളത്. അപ്പോൾ ആ ഹർജിയും ഇതിനോടകം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം ഇക്കാലയളവിൽ പല നോട്ടീസുകളും പലതവണയായി കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടീസിനെ എല്ലാം ഒരുമിച്ച് പരിഗണിക്കണം എന്നൊരു ആവശ്യം കൂടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ആദായ നികുതി വകുപ്പ് ഈ കോൺഗ്രസിന്റെ നിലപാടുകളെ കോടതിയിൽ എതിർക്കാനാണ് സാധ്യത. കാരണം ഈ നോട്ടീസുകളെല്ലാം പല സ്വഭാവത്തിലുള്ളതാണെന്ന വാദമായിരിക്കും ആദായ നികുതി വകുപ്പ് മുന്നോട്ട് വെക്കുക. ഏതായാലും ഇന്നത്തെ കോടതിയുടെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് സംബന്ധിച്ചത് നിർണായകമാണ്. കാരണം നേരത്തെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ 2 തവണ സമീപിച്ചതാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലിനെ നേരത്തെ സമീപിച്ചിരുന്നു. അവിടെ നിന്നും ഒരു സ്റ്റേ സമ്പാദിക്കാൻ കോൺഗ്രസ് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി എന്തു പറയും എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആര്യ, അതോടൊപ്പം തന്നെ രാഗേഷ്, ഒരു കാര്യം കൂടി, അതായത് ഈ 135 കോടി രൂപ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴുള്ള നിലവിൽ ഇന്ന് പരിഗണിക്കാൻ പോകുന്ന ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ 1700 പരം കോടിയുടെ പിഴ കൂടി ചുമത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആദായ നികുതി വകുപ്പ് കടന്നിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ, പല കാലങ്ങളിലായി, അതാണ് നേരത്തെ പറഞ്ഞത്, പല തവണയായി കോൺഗ്രസിന് നോട്ടീസ് ലഭിച്ചു. ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച നോട്ടീസ് 2020-2021 സാമ്പത്തിക വർഷത്തെയാണ്. ഇപ്പോൾ കോൺഗ്രസ് നൽകിയ 135 കോടി ഈടാക്കി എന്ന് പറയുന്നത് 2018-19 സാമ്പത്തിക വർഷത്തെയാണ്. അപ്പോൾ ഈ പലപ്പോഴായി ലഭിച്ച നോട്ടീസുകൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പരിഗണിക്കണം എന്നൊരു ആവശ്യം കോൺഗ്രസിനുണ്ട്. ഏതായാലും കോൺഗ്രസ് ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് നികുതി ഭീകരതയാണ് രാജ്യത്ത് നടക്കുന്നതെന്നാണ്. കാരണം 1993 ആദായ നികുതി റിട്ടേൺ അടച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു നോട്ടീസ് ഇപ്പോഴാണ് നൽകിയിരിക്കുന്നത്. അതായത് 30 വർഷത്തിന് ശേഷം ഒരു നോട്ടീസ് നൽകുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ഇത്ര കാലതാമസം വൈകി ഇപ്പോൾ നോട്ടീസ് നൽകുന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് രാഷ്ട്രീയപരമായ നീക്കമാണ്. ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇടപെടുകയാണ് എന്ന വാദം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഒരുമിച്ച് ചൂണ്ടിക്കാണിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അവിടെയാണ് ആദായ നികുതി വകുപ്പ് ഈ നിലപാടിനെ എതിർക്കാനുള്ള സാധ്യത. കാരണം ഇതെല്ലാം വ്യത്യസ്തമായ നോട്ടീസുകളാണ്. അപ്പോൾ വ്യത്യസ്തമായി പരിഗണിക്കണം, ഒന്നിച്ച് പരിഗണിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് ആദായ നികുതി വകുപ്പ് പോകുന്നത്. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ സുപ്രീം കോടതി കൂടി ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലാക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുക. തീർച്ചയായും.